അപ്പോൾ നമ്മുടെ സ്കൂൾ കലോത്സവം ഇങ്ങനെ അടിപൊളിയായിട്ട് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. 24 വേദികളിലായിട്ട് കുട്ടികൾ ഇങ്ങനെ ആടിയും പാടിയും ഇങ്ങനെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദാ നമുക്ക് നമ്മുടെ കേരള വിഷനിൽ കുറച്ച് കുട്ടിക്കുറുമ്പന്മാരെ കിട്ടിയിരിക്കുകയാണ്. അതാണ് എവിടെ നിന്ന് വരുന്നത്? കോഴിക്കോട്. ഓക്കെ, ഏതാ സ്കൂള്? സെൻറ് ജോസഫ് ബോയ്സ് HSS. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത് ജിഷ്ണു ആണ്. ജിഷ്ണു, ഇന്നിപ്പോൾ പഞ്ചാരിയാണ്. പഞ്ചാരി, ഓക്കെ. പഞ്ചാരിനെ കുറിച്ച് ഒന്ന് പറയുമോ? പഞ്ചാരി മേളത്തിൽ 5 കാലങ്ങളാണുള്ളത്. അത് വളരെയധികം ബേസിക്കായിട്ട് കൊട്ടുന്ന ഒരു മേളങ്ങളിലൊന്നാണ് പഞ്ചാരി മേളം. എല്ലാ അമ്പലങ്ങളിലും പൂരങ്ങളിലും അലഹാരം പിടിപ്പിക്കുന്ന ഒരു മേളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എ ഗ്രേഡ് കിട്ടിയിരിക്കുകയാണ്. അതെ, ഒരു കൈയൊടി. അപ്പം എന്തായാലും അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കണ്ടാലോ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ മലയാളികൾക്ക് എന്തായാലും പഞ്ചാരി മേളം എന്താണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ എ ഗ്രേഡ് മേടിച്ച ആ ഒരു സ്പെഷ്യൽ ഐറ്റം അതന്നെ ഇവിടെ കലക്കാണ്, പൊളിക്കാണ്. ഓക്കെ, അപ്പം എന്തായാലും വളരെയധികം അടിപൊളിയായിട്ടാണ് നമ്മുടെ കുട്ടികളിവിടെ അങ്ങനെ കൊട്ടിക്കയറിയത്. ഞാനൊരു തൃശ്ശൂരുകാരിയാണ്, അതുകൊണ്ട് എടുത്തു പറയാണ്, തൃശ്ശൂരുകാർക്ക് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലഹരിയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ കൈകൾ ഇങ്ങനെ ആവുമായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ കൊമ്പല്ലേ, കൊമ്പ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് പണിയുള്ള കാര്യമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ? നല്ല പണിയുള്ളതാണ്, നല്ല പണിയുള്ളതാണ്, കട്ടപ്പണിയാണ്. കാരണം ഓവർ പ്രഷർ കൊടുക്കാൻ പാടില്ല, തലേ നരമ്പൊക്കെ പൊട്ടിപ്പോ. നമുക്ക് അതെ, ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂ, ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ കണ്ടും കേട്ടും വേണം കൊള്ളൂതാൻ. ഓക്കെ, അപ്പോൾ ഇത് എത്ര കാലമായി പഠിക്കുന്നു? ഞാനിപ്പോൾ ഒരു ഏകദേശം 2 വർഷമായി. രണ്ട് വർഷമായി. ഓക്കെ, നിങ്ങളൊക്കെ ചെറുപ്പം മുതൽക്ക് പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാനൊരു 6ാം ക്ലാസ് മുതൽക്കുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ആരാണ് ആശാൻ? ആരാണ്? ഞാൻ വളയനാട് നിന്നാണ് ആദ്യമായിട്ട് ചെണ്ട കയറുന്നത്. രാജശേഖരൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചത്. ഓക്കെ. കലോത്സവത്തിൻ്റെ ഇതിലൊക്കെ ഞങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത് കണ്ണഞ്ചേരിയിലുള്ള മണിയാശാനാണ്. ഓക്കെ ഓക്കെ. ജിഷ്ണുവിൻ്റെ ആശാൻ ആരാ? വളയനാട്ടിലെ രാജേഷ് മണിയാശാനാണ്. മണിയാശാനാണ് ആക്ച്വലി നിങ്ങളിവിടെ പ്രമോഷ് വളയനാട് പ്രമോഷൻ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ കലോത്സവത്തിൽ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതാരായിരുന്നു? മണിയാശാനാണ്. മണിയാശാൻ വന്നിട്ടില്ല? ഇല്ല, മണിയാശാൻ വന്നില്ല. ഓക്കെ, മണിയാശാനെ വീട്ടിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ പൊളിയാണ്, വേറെ ഒരു രക്ഷയില്ല. ഇവിടെ അടിച്ച് തകർത്തിരിക്കുകയാണ്. എ ഗ്രേഡും വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരാണ്. നമുക്കൊന്നും കൂടി ഒന്ന് കൊട്ടിയിട്ട് അവസാനിപ്പിച്ചാലോ? അതാണ്. ഓക്കെ.